പ്രേക്ഷകരെ, ഞങ്ങളിത് ഒരു സ്പെഷ്യൽ ലൊക്കേഷനിലാണ് എത്തിയിട്ടുള്ളത്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടുപാതയുടെ ലൊക്കേഷൻ മാത്രമല്ല, ഒരുപാട് നമ്മളിപ്പോഴും കണ്ട് മതി വരാത്ത ഗംഭീര സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ലൊക്കേഷൻ. ഒരുപാട് പ്രണയ രംഗങ്ങളും ക്യാമ്പസ് രംഗങ്ങളും ഒക്കെ ചിത്രീകരിച്ച പ്രശസ്തമായ കോട്ടയത്തെ CMS കോളേജിൽ അല്ലെ, ക്യാമ്പസ് പൾസ് അറിയാൻ, തെരഞ്ഞെടുപ്പ് പൾസ് അറിയാൻ നമ്മൾ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടാണുള്ളത്. അവിടെ എവിടെയൊക്കെയോ ഉണ്ടാകും. നമുക്കൊന്ന് തെരഞ്ഞിറങ്ങിയാലോ? അവർ രണ്ടുപേരും കൈകോർത്ത് നടന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചരിത്രമുറങ്ങുന്ന ഒരു എത്രയെത്ര നേതാക്കൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയെന്നറിയോ? രാഷ്ട്രപതി KR നാരായണൻ, ഉമ്മൻചാണ്ടി അല്ലെ, ഉമ്മൻചാണ്ടി. ഇപ്പോ ഇവിടുത്തെ ഒരുപക്ഷെ കോട്ടയത്ത് നിന്ന് ലോകത്തോളം വളർന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണാധികാരികളും ഒക്കെ പിടിച്ചു വെച്ചു തുടങ്ങിയത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ കോളേജാണെന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ്. എന്തായാലും നമുക്കൊന്ന് നടന്ന് കാണാം, അതോടൊപ്പം കുട്ടികളെ കാണാം, സംസാരിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് CMSലെ കുട്ടികൾക്ക് എന്ത് പറയാനുണ്ട്? ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ജെൻസി എന്നുള്ള ജെൻസി കിഡ്സിന്റെ അഭിപ്രായം നമുക്ക് തേടാം. പ്രേക്ഷകർക്കൊപ്പം വരാം. ഈ കോളേജ് നടന്നിട്ടും തീരുന്നില്ല, അത്രയ്ക്കും ഭംഗി. ഓരോ മുക്കുമൂലയും ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള കോളേജിന്റെ ഭംഗി പോലെ തന്നെ ഇവിടെയുള്ള കുട്ടികൾ ഒരു രക്ഷയില്ല. എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും അല്ലെ. ഇവിടെ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഇന്നെന്താ സാരി കൊടുത്തിട്ട് വല്ല പരിപാടി ഉണ്ടോ? ഞങ്ങളുടെ കൾച്ചറൽ ഡേ ആയിരുന്നു, അതുകൊണ്ട് അതിന്റെ പ്രോഗ്രാം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വക കൾച്ചറൽ ഡേ. ഫസ്റ്റ് ഇയർ ആണോ? യെസ്. എങ്ങനെയുണ്ട് കോളേജ് ജീവിതം? നന്നായി പോകുന്നു. ഒന്ന് പറയട്ടെ, കോളേജ് ഒരു രക്ഷയില്ല, പൊളി വൈബ്, വേറെ ലെവല്. ഈ കോളേജ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? കോളേജ് ഇവിടെ നല്ല ടീച്ചേഴ്സാണ്, നല്ല ക്യാമ്പസ് ആണ്, അതാണ് മെയിൻ, അതാണ് ഹൈലൈറ്റ്. അതെ. പിന്നെ വന്നതിന്റെ കാര്യം, നാട്ടിലൊരു വോട്ടെടുപ്പ് നടക്കുന്നൊക്കെ അറിയോ? വോട്ടുണ്ടോ? ഇല്ല. ഭാവി വോട്ടറാണ്. ഒരു വോട്ടെടുപ്പിനോടൊക്കെയുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? വോട്ടെടുപ്പിനോടുള്ള കാഴ്ചപ്പാട് നല്ലതാണ്. നമ്മുടെ ഇപ്പോൾ എന്നെങ്കിലും ഇപ്പോൾ സർക്കാർ മുഖേന അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാത്തതൊക്കെ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാത്തതൊക്കെ അവർ മുഖേന എന്നാ സർക്കാരിലേക്ക് എത്തുകയും. അങ്ങനെ എന്തെങ്കിലും സർക്കാരിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ? കാര്യം എന്തോ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ കല്യാണക്കാരോ മറ്റോ ആണോ? അതൊന്നും സർക്കാരിനെ കൊണ്ട് കുട്ടിയെ കൂട്ടില്ല. അല്ല. ഇപ്പൊ മിക്കരും ഡിഗ്രി എടുക്കാതെ അല്ലാതെ കോഴ്സുകളൊക്കെ നോക്കി പോകുന്നവരും പുറത്തേക്ക് പഠിക്കാൻ പോകുന്നവരെ അല്ലേ. യെസ്, അതൊരു വലിയ വിഷയമാണ്. ഇപ്പൊ എല്ലാവരും ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ പോകണം. ഇവിടെ പഠിക്കാൻ കുട്ടികളില്ലെന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിൽ. ആക്ച്വലി നല്ലതാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തേടി പോകുന്നത്. പക്ഷെ ഇവിടെ നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ മാത്രം അവരെ പിടിച്ചു നിർത്തുന്ന ഒന്നുമില്ല. തിരക്കിലാണോ? തിരക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, പുറത്ത് നടക്കുന്ന ചർച്ചകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ഈ പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ട്? കുറച്ചൊക്കെ, വലുതായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ഏത് കോഴ്സ് പഠിക്കുന്നത്? എക്കണോമിക്സ്. കോട്ടയംകാരി തന്നെയാണോ? അല്ല, ആലപ്പുഴ.